കോൺഗ്രസ് സമരാഗ്നിയുടെ സമാപന വേദിയിലും പരസ്പരം തർക്കമൊഴിയാതെ നേതൃത്വം. ആളൊഴിഞ്ഞ വേദിയെ ചൊല്ലി കെ സുധാകരനും വി.ഡി. സതീശനും പരസ്പരം വീണ്ടും കോർത്തു. നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോരിൽ തുടങ്ങിയ സമരാഗ്നി പരാജയമെന്ന് മുതിർന്ന നേതാക്കളുടെ വിമർശനം. നയിക്കുമെന്ന തർക്കത്തിൽ തുടങ്ങിയ സമരാഗ്നി അവസാനം വരെ വിവാദങ്ങളിൽ കുടുങ്ങി. സമാപന സമ്മേളനത്തിലും ആളൊഴിഞ്ഞ വേദി. വിമർശിച്ച സുധാകരനെ തിരുത്തി വി.ഡി. സതീശൻ. ഒരു പ്രസംഗത്തിന് ഞാനില്ല, കളം കാലിയായി. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ രണ്ടാൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാണ്. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? ഇതൊരു പാർട്ടിയല്ലേ? പ്രസിഡന്റിന് ഒരു വിഷമം വന്നു പെട്ടെന്ന് പോയപ്പോൾ. പക്ഷേ പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിനൊരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ച് കഴിഞ്ഞു. 13ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാം. അതുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട. പുത്തരിക്കണ്ട മൈതാനത്തെ പകുതിയായി തിരിച്ച് വേദി കെട്ടി. എന്നിട്ടും കസേരകൾ ഒഴിഞ്ഞു തന്നെ. ഇരുന്നവർ തന്നെ പ്രധാന നേതാക്കൾ സംസാരിച്ചു തുടങ്ങും മുൻപ് പിരിഞ്ഞുപോയി. വാർത്താസമ്മേളനത്തിലെ സുധാകരന്റെ സതീശനെതിരായ അസഭ്യപ്രയോഗം, മുല്ലപ്പള്ളി മുതൽ വി.എസ്. സുധീരൻ വരെയുള്ള നേതാക്കളുടെ വിട്ടുനിൽക്കൽ, എ ഗ്രൂപ്പിന്റെ നിസ്സഹകരണം, സമരാഗ്നി പരാജയമെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിമർശനം. സർക്കാരിനെതിരെയുള്ള സമരപ്രഖ്യാപനമായി ആരംഭിച്ച് നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലും ചേരിപ്പോരിലുമാണ് സമരാഗ്നി സമാപിക്കുന്നത്. ക്യാമറമാൻ ബിച്ചു പൂവച്ചനൊപ്പം ധ്രുവ ചക്രവർത്തി, കൈരളി ന്യൂസ്.